നമസ്കാരം. ആടെന്തറിയുന്നു അങ്ങാടി വാണിഭം, പുതിയ കാലത്തിൽ കടൽ വാണിഭം സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. രണ്ട് പ്രതികരണങ്ങളിലൂടെ ഇന്ന് ഐറിനയുടെ പുറംകടലിലുള്ള കാത്തിരിപ്പാണ് വിഷയം. പതിവ് പോലെ രാജശേഖരൻ എഴുതുന്നു, MSC ഐറിന ട്രിവാൻഡ്രം പോർട്ടിൽ വന്നത് നമുക്കെല്ലാവർക്കും അഭിമാനവും സന്തോഷവുമുണ്ട്. എന്നാൽ ഇത്രയും വലിയ ഷിപ്പ് ഔട്ടർ ആങ്കറേജിൽ പിടിച്ചിടുന്നത് ഒട്ടും അഭികാമ്യമല്ല. കാരണം കോടികളാണ് MSCക്ക് നഷ്ടമുണ്ടാകുന്നത്. MSCക്കുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് അവർ തീർച്ചയായിട്ടും ബോധവാന്മാരായിരിക്കും. അവർ നമ്മളെപ്പോലെ അല്ലല്ലോ, അല്ലെങ്കിൽ നമ്മുടെ സർക്കാരുകളെ പോലെയും ആവില്ല. അവർ ഓരോ നിമിഷവും അവരുടെ അസറ്റ്സ് എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് അവർ വളരെ കൃത്യമായി പ്ലാൻ ചെയ്യുന്നുണ്ടാവും. അല്ലാതെ ഇത്രത്തോളം വളർച്ച ആ കമ്പനിക്ക് ഉണ്ടാവില്ലല്ലോ. 750 കപ്പലുകളാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓർഡർ ചെയ്തിരിക്കുന്ന കപ്പലുകളെല്ലാം കൂടി ചേരുമ്പോൾ ഏകദേശം 1000 കപ്പലുകൾ കഴിയും. അപ്പോ ഇതെല്ലാം അവഗണിക്കുന്ന ഒരു കമ്പനിക്ക് ഇങ്ങനെ വളരാൻ പറ്റുമോ? MSC ഐറിന വന്നപ്പോൾ എന്തിനാണ് ഇങ്ങനെ അനേകം ഫീഡർ ഒരുമിച്ച് വിട്ടത്? അതുകൊണ്ടാണ് ഐറിനയ്ക്ക് ഇങ്ങനെ കാത്തുകെട്ടി കിടക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ അതിന് മുൻഗണന കൊടുത്ത് നേരത്തെ ബർത്തിൽ അടുപ്പിച്ച് തിരികെ വിടണം. നമ്മളിവിടെ കുറെ പേർ ഇവിടെ കാത്തിരിപ്പുണ്ട് ഐറിനെ കാണാൻ എന്ന് കരുതി MSCക്ക് വന്ന ഉടനെ കപ്പലിനെ അങ്ങനെ അകത്തോട്ട് പ്രവേശിപ്പിക്കാൻ കഴിയില്ല. ഇതൊരു ആഗോള തലത്തിൽ നടക്കുന്ന ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം കപ്പലുകൾ വരുന്നതും പോകുന്നതുമൊക്കെ. അതിനകത്തുള്ള കണ്ടെയ്നറുകൾ കുറച്ച് ഇറക്കി വെച്ചിട്ട് പോവുക എന്നുള്ളതായിരുന്നു ഐറിനയുടെ പണിയെങ്കിൽ വന്ന ഉടനെ തന്നെ ഇറക്കി വെച്ചിട്ട് ഐറിനയ്ക്ക് പോകാമായിരുന്നു. പക്ഷേ ഓരോ കപ്പൽ ഓരോ പോർട്ടിൽ അടുക്കുമ്പോൾ എത്ര ഇറക്കണം, എത്ര കയറ്റണം, ആ കയറ്റുന്ന ചരക്ക് എവിടെ നിന്ന് വരണം എന്നൊക്കെയുള്ള വളരെ വിപുലമായ സപ്ലൈ ചെയിൻ എന്ന് പറയും, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ എന്ന് പറയുന്ന ആധുനിക ശാസ്ത്രം നമുക്കത് മനസ്സിലാവില്ല. നമുക്കൊരു കപ്പൽ പുറംകടലിൽ കിടക്കുമ്പോൾ അത് എത്രയും പെട്ടെന്ന് പോർട്ടിൽ കയറി നമുക്കെല്ലാം കൈയടിച്ച് കൺകുളിർക്കെ കണ്ട് ആസ്വദിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ആ ആഗ്രഹത്തിന്റെ പുറത്തായിരിക്കാം ഒരുപക്ഷെ രാജശേഖരൻ ഇങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് കപ്പലുകൾ വരണം പോകണം എന്നുള്ള ഒരു വലിയ അഭിനിവേശം, നമ്മുടെ പോർട്ട് വളരണം എന്നുള്ളതിന്റെ പുറത്തായിരിക്കാം. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നതെന്ന് അറിയണ്ടേ? ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ 16.2 മീറ്റർ ഡ്രാഫ്റ്റിലാണ് നമ്മുടെ ഇവിടെ എത്തിയപ്പോൾ ഐറിന. ഏകദേശം 16,000 കണ്ടെയ്നർ ഉണ്ട് എന്നുള്ളതായിരുന്നു ഏകദേശം കണക്ക് കൂട്ടൽ. അപ്പൊ ഇനിയും ഒരു 8,000 കണ്ടെയ്നറുകൾ ഇനിയും സ്വീകരിക്കാൻ കഴിയും. ഇപ്പൊ നമ്മുടെ ഇവിടെ ഇറക്കുന്ന കണ്ടെയ്നറുകൾ കഴിഞ്ഞാൽ അപ്പൊ 8,000 എന്നുള്ളത് പിന്നെയും 10,000-ഓ 12,000-ഓ ഒക്കെ ആയിട്ട് ഉയരാം. അത്രയും സ്പേസ് എങ്ങനെയാണ് ഫില്ല് ചെയ്യുക? അങ്ങനെ ഫില്ല് ചെയ്യാതെ കപ്പൽ ഓടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പോ ഇവിടെ ഐറിന വരുന്ന സമയത്ത് 3 കപ്പലുകൾ ബർത്തിലുണ്ടായിരുന്നു. സബ്രീന, പോളോ സെക്കൻഡ്, ജെന്ന. ഈ 3 കപ്പലുകളും വന്നത് കാട്ടുപള്ളി, ചിറ്റഗോങ്. 2 കപ്പലുകളും ചിറ്റഗോങ്, ബംഗ്ലാദേശിലെ ചിറ്റഗോങ്ങിൽ നിന്നും കാട്ടുപള്ളിയിൽ നിന്നും വന്നു. അപ്പൊ ഇങ്ങനെയുള്ള കപ്പലുകൾ ഫീഡർ എന്തിനാണെന്നാണ് ചോദിക്കുന്നത്. ഫീഡർ വെസലുകളെ എന്തിനാണ് ഒരുമിച്ച് വിട്ടത്? ഫീഡർ വെസൽ വന്നില്ലെങ്കിൽ എങ്ങനെയാണ് മദർ വെസലിന് ചരക്ക് കിട്ടുക? അങ്ങനെ മദർ വെസലിന് ആവശ്യമായിട്ടുള്ള ചരക്ക് എടുക്കാനുള്ള ജോലിയാണ് ഫീഡർ വെസലുകൾ ചെയ്യുന്നത്. അങ്ങനെ കാട്ടുപള്ളി എന്ന് പറയുന്നത് നമ്മുടെ ചെന്നൈ അടുത്ത്. അപ്പൊ ഇന്ത്യയുടെ ചരക്ക് കുറെ കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞ് ബംഗ്ലാദേശിലെ ചരക്ക് ചിറ്റഗോങ്ങിൽ നിന്ന് പോളയും ജെന്നയും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് 4-ാം തീയതി ഗൾഫ് മേഖലയിൽ നിന്നുള്ള, നമ്മുടെ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ്, അത് പ്രധാനമായും ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ്. അപ്പോ ഖലീഫ പോർട്ടിൽ നിന്ന് ദാന്ത്യ എഫ് വന്നു. അപ്പോ അബുദാബി, ദുബായ്, ഗൾഫിലെ കണ്ടെയ്നറുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് ദാന്ത്യ എഫ് ഖലീഫ പോർട്ടിൽ നിന്ന്, അബുദാബിയിലെ ഖലീഫ പോർട്ടിൽ നിന്നും വന്നത്. പിന്നെ വന്നത് മിലാത്രിയാണ്. മിലാത്രി വന്നത് തോമസീന, മഡഗാസ്കറിലെ തോമസീന, നമ്മുടെ നേരെ പടിഞ്ഞാറുള്ള മഡഗാസ്കറിലെ തോമസീന എന്നാണ് വന്നത്. തോമസീനയിൽ നിന്ന് വരുന്നതിന് മുമ്പ് അത് പോർട്ട് ലൂയിസും റിയൂണിയനും 2 ദ്വീപുകളാണ്. പോർട്ട് ലൂയിസ് എന്ന് പറയുന്നത് മൗറീഷ്യസിലെ പോർട്ടാണ്. റിയൂണിയൻ എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് കോളനി പോർട്ടാണ്. അപ്പോ തോമസീന വന്ന് അവിടെയുള്ള ചരക്ക്
കയറ്റേണ്ടതായാലും അല്ലെങ്കിൽ ഒഴിഞ്ഞ കണ്ടെയ്നറുകളായാലും വലിയ കയറ്റുമതി ഒരുപക്ഷെ അവിടെ ഉണ്ടാവില്ല. അപ്പൊ ചിലപ്പോ ഒഴിഞ്ഞ കണ്ടെയ്നറുകളായിരിക്കാം, എംറ്റി കണ്ടെയ്നേഴ്സ് ആയിരിക്കാം അവിടെ നിന്ന് വന്നത്. പിന്നെ വന്ന കപ്പൽ DIF ആണ്. DIF ഹാൽദിയ എന്നാണ് വന്നത്, നമ്മുടെ കൊൽക്കത്ത അടുത്ത് ഹാൽദിയ. അപ്പോ ആ പറയുന്ന കിഴക്കൻ പ്രദേശത്തുള്ള കുറെ ചരക്കുകളും കൊണ്ടായിരിക്കും DIF വന്നത്. ഇനി JNPT, നമ്മുടെ മുംബൈയിലെ JNPT എന്ന് വന്ന കപ്പലാണ് ഷിനാവി, ഇപ്പോ പോർട്ടിൽ ബർത്തിൽ കിടക്കുന്ന ഷിന 5. ഷിന 5 അപ്പൊ എന്താണ്, നമ്മുടെ ഇന്ത്യയുടെ തന്നെ മധ്യ മേഖലയിൽ നിന്നുള്ള മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ് ഇവിടെ നിന്നുള്ള കാർഗോ എല്ലാം കളക്ട് ചെയ്തായിരിക്കാം JNPT വരുന്നത്. JNPTയിൽ നിന്ന് ഷിന 5 വന്നത്. പിന്നെ കൊളംബോയിൽ നിന്നുണ്ട്, ഇപ്പോൾ ഉള്ള മിഷിഗൺ 7 കൊളംബോ പോർട്ടിൽ നിന്നാണ് വന്നത്. അപ്പൊ ഇവരെല്ലാവരും ചരക്ക് കൊണ്ടുവന്നാൽ മാത്രമേ അയറിനകത്ത് കയറിയിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ അയറിനെ കൊണ്ടുവരുന്ന ചരക്ക് ഇറക്കി വെച്ചിട്ട് അയറിനെ വെറുതെ പോകേണ്ടി വരും. അങ്ങനെ ഒരു പ്ലാനിങ് ഏതെങ്കിലും ഒരു കമ്പനി നടത്തുമോ? നമ്മൾ MSCയെ കുറ്റം പറയുകയാണ്, MSC കോടിക്കണക്കിന് രൂപ പാഴാക്കുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഡിസ്ചാർജ് ചെയ്യുന്ന കാർഗോയ്ക്ക് കൂടുതലായി ലോഡ് ചെയ്യുന്ന കാർഗോ കൂടി ഉണ്ടാകുന്നതാണ് അവരുടെ കണക്കുകൂട്ട്, കമ്പനിയുടെ കണക്കുകൂട്ട്. മാത്രമല്ല ഇതിനെല്ലാം ഒരു എന്താണ്, നമ്മുടെ വാർഫില് അതിന്റെ സ്പേസ് മാനേജ്മെന്റ് എന്ന് പറയും, ലോഡിങ്ങിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയാലല്ലേ അയറിനെ അകത്തോട്ട് പ്രവേശിപ്പിക്കാൻ പറ്റുള്ളൂ. ഇനിയുമുണ്ട്. സെയിലിംഗ് കമ്മിറ്റിക്ക് കിട്ടിയ വിവരമനുസരിച്ച് 8-ാം തീയതി ആയിരിക്കാം ബർത്തിങ്. കാരണം എന്താണ്, ഇനിയുമുണ്ട് അവിടെ. മോണിക്ക 3 കിടപ്പുണ്ട്, നമ്മുടെ ആംഗ്രേജിൽ മോണിക്ക 3 ഉണ്ട്, പറ്റ്നാരി 3 ഉണ്ട്, മറിയ ലോറയുണ്ട്, ക്ലെമന്റിന F ഉണ്ട്. 4 വെസലുകളുണ്ട്. 4 വെസലുകളും കയറിയിട്ടാണോ അയറിന കയറുന്നതെന്ന് അറിയില്ല. എന്തായാലും 4 വെസലുകൾ കൂടി ഉണ്ട്. അപ്പോ അയറിനയ്ക്ക് പരമാവധി ലോഡ് 24,000 കയറ്റണമെന്നുണ്ടെങ്കിൽ ഫീഡർ വെസലുകൾ ഒരുപാട് അധ്വാനിക്കണം. ഫീഡർ വെസലുകളെ ഫില്ല് ചെയ്യുന്ന ഓരോ സ്ഥലത്തെയും ഓഫീസുകൾ, അവരുടെ സ്റ്റാഫുകൾ, അവർ ജോലി ചെയ്യണം. അപ്പൊ അവർ ചെയ്ത ജോലിയുടെ ഫലമാണ് ഇവിടെ നേരത്തെ പറഞ്ഞ ഇത്രയും കപ്പലുകൾ ഇവിടെ നമ്മുടെ യാർഡിൽ കൊണ്ട് ഇറക്കിയിരിക്കുന്നത്. അപ്പൊ ആ യാർഡിന്റെ പ്ലാനിംഗ് പ്രകാരം ഇനി ഇറക്കാനുള്ള 4 കപ്പലുകൾ അത് അയറണിക്ക് മുമ്പ് വരുമെങ്കിൽ, അയറണിക്ക് മുമ്പ് കയറുമെങ്കിൽ അവയുടെയും ചരക്ക് ഇതെല്ലാം കൂടി എടുത്തിട്ട് വേണം അയറണിക്ക് ഇവിടെ നിന്ന് യാത്ര പുറപ്പെടാൻ. അല്ലാതെ വെറുതെ ചൈനയിൽ നിന്ന് ഒരു കപ്പൽ ഓടി വരുന്നു, സിംഗപ്പൂരിൽ കയറുന്നു, ഇറങ്ങുന്നു, ഇവിടെ വരുന്നു, അങ്ങനെയല്ല. അന്തർദേശീയ പ്ലാനിങ്ങും MSC പോലുള്ള ഒരു കമ്പനിയുടെ പ്ലാനിങ്ങും അങ്ങനെയല്ല. അവർക്ക് പരമാവധി ഇവിടെ കിടക്കുന്നത് നഷ്ടമാണെങ്കിൽ ആ നഷ്ടം നികത്തുന്നതും ഇത്തരം കണ്ടെയ്നറുകൾ ലോഡ് ചെയ്യുന്നതിലൂടെയാണ്. ഇപ്പോ നമ്മുടെ എൽസ 3യുടെ കംപ്ലീറ്റ് എത്രത്തോളം ചരക്കുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത സാധനങ്ങളാണ് അതിനകത്തിരിക്കുന്നത്. കെമിക്കലും അല്ലാതുള്ളതും, മത്സ്യവും, ടീ, ഗ്രീൻ ടീ, ചൈനയിൽ നിന്നുള്ള ഗ്രീൻ ടീ, അങ്ങനെ ലോകം മുഴുവനുമുള്ള സാധനങ്ങളാണ് ഇന്ന് ഓരോ ചെറിയ കപ്പലുകളിൽ വന്ന് വലിയ കപ്പലുകളിൽ കയറി ലോകം മുഴുവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെറുതെ അവരുടെ ഒരു നിമിഷം പോലും പാഴാക്കില്ല എന്ന് തന്നെയാണ് സെയിലിംഗ് കമന്ററിയുടെ വിശ്വാസം. അപ്പോ വിശ്വനാഥൻ എന്ന് പറയുന്ന പ്രേക്ഷകൻ എഴുതുന്നുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു പോർട്ടിൽ ലോകത്തിൽ ഏറ്റവും വലിയ ഒരു കപ്പൽ 3-4 ദിവസം ആങ്കറേജിൽ തന്നെ ഡ്രിഫ്റ്റ് ചെയ്യേണ്ടി വരുന്നത് കഷ്ടം തന്നെയാണ്. അതിലൊരു കഷ്ടവുമില്ല. അവരുടെ ഒന്നാം തരം പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാണ് അവർ ഈ ഡ്രിഫ്റ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെക്കാൾ ബുദ്ധിയുള്ളത് കൊണ്ടാണ് അവർ ഇത്രയും കപ്പലുകൾ ഓടിക്കുന്നതും ഓരോ വർഷം കഴിയുന്തോറും കപ്പലുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് നമ്മൾ വിഷമിക്കേണ്ട. ഇങ്ങോട്ട് വരുന്ന യാത്രയിൽ പോലും സിംഗപ്പൂരിന് മുന്നോടിയായിട്ട് ഇന്തോനേഷ്യയുടെ ഉടമസ്ഥതയിലുള്ള ഒരു ദ്വീപ സമൂഹത്തിനടുത്ത് 1-2 ദിവസവും അയറിന് ആങ്കറേജിൽ കിടക്കുന്നത് പോലും നമ്മൾ കാണുകയുണ്ട്. അപ്പോ ബോധപൂർവം അവർ ഒരു നിമിഷം പോലും ഒരു കപ്പലിനെ വൈകിപ്പിക്കാൻ അനുവദിക്കില്ല. മാത്രമല്ല തൊട്ട് പിന്നാലെ MSC ആംബ്ര വരുന്നുണ്ട്, ജെറ്റ് സർവീസിൽ അടുത്ത വെസൽ വരുന്നുണ്ട്. 10-ാം തീയതി ഇവിടെ എത്തും എന്നുള്ളതാണ്. സിംഗപ്പൂർ വിട്ടു, 10-ാം തീയതി ഇവിടെ എത്തും എന്നുള്ളതാണ് കണക്കുകൂട്ടൽ. അപ്പോ നമ്മൾ വിഷമിക്കേണ്ട. ഒന്നാം തരം പ്ലാനിംഗ് MSC നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാണ് അയറിന പുറംകടലിൽ കാത്തു കിടക്കുന്നത്. 8-ാം തീയതി മിക്കവാറും പ്രവേശിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഐറിനെ പ്രതീക്ഷിച്ച് വീട്ടിലിരിക്കുന്ന നമുക്ക് മൊബൈലിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിന്റെ ഉദാഹരണമാണ് സിംഗപ്പൂരിലിരിക്കുന്ന അവിനാഷ്. 2023 മുതൽ വളരെ വേദനയോടെ ഗൂഗിളിനോട് അവരുടെ മാപ്പിലെ ചിത്രം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തുറമുഖത്തിന്റെ പഴയ ചിത്രമാണ്, നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ചിത്രമാണ് ഇപ്പോഴും ലഭ്യമായിരുന്നത്. ഒരു 3-4 ദിവസങ്ങൾക്ക് മുമ്പ് വരെ ലഭ്യമായിരുന്നത്.
അവിനാശ് നിരന്തരം ഗൂഗിളിന് മാപ്പ് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒടുവിൽ അതിന് മാറ്റമുണ്ടായി. 3/5/25 ഇക്കഴിഞ്ഞ 3-ാം തീയതി, 5-ാം മാസം മെയ് മാസം 3-ാം തീയതിയിലെ ഒരു ചിത്രമാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്, നാട്ടുകാർക്ക് കാണാൻ പറ്റുന്നത്. അതിനകത്ത് സെലസ്റ്റിനോ മരസ്ക ആ ദിവസം ഉണ്ടായിരുന്ന കപ്പലാണ് സെലസ്റ്റിനോ, നമ്മുടെ ജെറ്റ് സർവീസിലെ സെലസ്റ്റിനോ മരസ്ക 399.8 മീറ്റർ. അപ്പോ അവിനാശ് കപ്പലിന്റെ അളവ് ഇത്ര നീളമുണ്ട് ആ ദിവസവും കൂടെ പറഞ്ഞപ്പോൾ എനിക്ക് കൃത്യമായിട്ട് കപ്പൽ ഏതാണെന്ന് മനസ്സിലായി. സെലസ്റ്റിനോ മരസ്കയാണ് കിടക്കുന്നത് ഗൂഗിൾ മാപ്പിലെ ചിത്രത്തിൽ ഇപ്പോഴുള്ളത്. പിന്നെ തൊട്ടടുത്തുള്ളത് 172 മീറ്റർ നീളമുള്ള സുജിൻ. ആ സുജിനാണോ പോളോ ടൈഗർ എഫ് ആണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പൊ കൃത്യമായിട്ട് 170 മീറ്ററിലധികം ഉണ്ടെന്നാണ് അവിനാശ് പറഞ്ഞത്. അങ്ങനെ നോക്കിയപ്പോ സുജിൻ എഫ് ആണ്. അപ്പോ 3/5/25 മെയ് മാസം 3-ാം തീയതി രാവിലെ 7:25 അത് കഴിഞ്ഞിട്ടുള്ള ചിത്രമാണ് ഇപ്പോൾ ഗൂഗിൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ആ മാപ്പാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോ നമ്മൾ ഒരു മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാവും. നമ്മൾ ഈ പേര് മാറ്റത്തിനെ കുറിച്ചൊക്കെ ഇപ്പോൾ ഒന്നും ചർച്ച ചെയ്യുന്നില്ല. ട്രിവാൻഡ്രം പോർട്ട് ആവണം എന്നുള്ള ആഗ്രഹം സെയിലിംഗ് കമന്ററി മുഖ്യമന്ത്രിയുടെ കത്തെഴുത്ത് തുടരുന്നുണ്ട്. അതുപോലെ എല്ലാവരും ഈ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നാണ് അവിനാഷിന്റെ ഈ പ്രവൃത്തിയിലൂടെ സെയിലിംഗ് കമന്ററിക്ക് പ്രേക്ഷകരോട് പറയുവാനുള്ളത്. സൈനിങ് ഓഫ്, എലിയാസ് ജോൺ.